ഇവ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു മുടിയെ കളർ ചെയ്യുന്നു, ഫേഷ്യൽ ചെയ്യുന്നു, ശരിക്കും ഈ മുടിയെ കളർ ചെയ്യുമ്പോൾ മുടിയുടെ ജീവനെ നഷ്ടപ്പെടുത്തുവാണോ? ബ്ലോണ്ട് ഇട്ടിട്ട് കളർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ മുടിയുടെ കളറില്ലേ അത് മൊത്തം നശിപ്പിച്ച് കളഞ്ഞിട്ടാണ് അതിന്റെ ലാസ്റ്റ് ലെവലിൽ എത്തിയിട്ടാണ് ഒരു യെല്ലോ ഷെയ്ഡൊക്കെ വരത്തില്ലേ, എന്നിട്ടാണ് അതിൽ കളർ ചെയ്യുന്നത്. അപ്പം ഇപ്പം അജിൻ ചെയ്തിരിക്കുന്ന കളർ ആയാലും അത് ലൈറ്റ് ആവും തോറും ഇതും പെർമനന്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതല്ലേ കളർ, ബ്ലോണ്ട് ഇട്ടിട്ടല്ലേ ചെയ്ത ആദ്യമേ. അപ്പം ഇത് ലൈറ്റ് ആവത്തേ ഉള്ളൂ, ഇത് മൊത്തത്തിൽ അത് റിമൂവ് ആയിട്ട് പിന്നെ ബ്ലാക്ക് ആവത്തില്ല. പിന്നെ ബ്ലാക്ക് അടിക്കണം പോണെങ്കിൽ അടിച്ചാലും പിന്നെ ആ അടിച്ച് നിറം പോകത്തില്ലേ. അപ്പൊ എന്റെ ഈ മുടിക്ക് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെ? മുടി വെട്ടിക്കളയാതെ കറുത്ത ഇത് വരത്തില്ല. അത് ഫ്രീസിനെസ് ഉണ്ട്, ഇപ്പോഴേ ഭയങ്കര ഫ്രീസി ആയിട്ടിരിക്കുകയാണ്. എന്റെ ചുരുണ്ട മുടിയാ ഭയങ്കര റഫായിട്ടിരിക്കുകയാണ്. മുടികളിൽ ഏറ്റവും നല്ല മുടി ഏതായിരിക്കും? നല്ല കട്ടിയുള്ള ചുരുണ്ട മുടിയായിരിക്കും, നല്ല സ്ട്രെയിറ്റ് മുടിയായിരിക്കുമോ? അങ്ങനൊന്നും ഇല്ല, ഓരോ മുടിക്കും അതിൻ്റെതായിട്ടുള്ള ഭംഗിയില്ലേ, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന അനുസരിച്ചിട്ടിരിക്കും. അപ്പം ദിവസം ഒന്നും തല നനയ്ക്കണ്ട, ഡെയിലി തല വാഷ് ചെയ്യണ്ട. പിന്നെ ചിലർക്ക് വാഷ് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല, ഈ പെട്ടെന്ന് വിയർക്കുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ. പിന്നെ അങ്ങനെയുള്ളവരൊക്കെ ഡെയിലി വാഷ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളോട് പറയലുണ്ട്, പറ്റത്തില്ല അങ്ങനെ പറ്റത്തില്ല. അപ്പോഴും ഞാൻ പറയുന്നത് വാഷ് ചെയ്താൽ നിങ്ങൾ നനഞ്ഞ മുടി ഉണങ്ങാതെ കെട്ടിവെക്കരുത്. അതായത് ചിലപ്പോൾ വൈകിട്ടായിരിക്കും ഇത് വാഷ് ചെയ്തിട്ട് കയറി കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങും, അത് നനഞ്ഞ മുടിയല്ലേ, പിന്നെ അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുളിക്കാൻ എടുക്കുന്ന പോലെ സമയം മുടി ഉണക്കാനും കണ്ടെത്തണം. ശരിക്കും ഇത്രയൊക്കെ സംസാരിച്ചപ്പം മുടിക്കും ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളറിയാത്ത പറയാത്ത, ഇപ്പൊ എനിക്കെല്ലാം അറിയാവുന്നതല്ല, എനിക്കറിയാത്ത കാര്യങ്ങൾ ഇനിയുണ്ട് ഒരുപാട്. അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മൈനയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്തൊക്കെയാ? എനിക്ക് വീട്, പിന്നെ ബിസിനസ് മേലെ കൊണ്ടുവന്നു. വീടെന്ന് പറഞ്ഞപ്പോ വീടിന്റെ പിന്നിൽ ഒരു കഥയുണ്ടോ? വീടിന്റെ പിന്നിൽ കഥയുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മയല്ലേ കുഞ്ഞുനാളോട്ട് ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാല് ഓരോ വീട്ടിലും പോയിട്ട് വീട്ടു ജോലി കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളെ വളർത്തി കൊണ്ടുവന്നത്. അപ്പോൾ ഉമ്മ ഇങ്ങനെ ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങളെ നോക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എൻ്റെ ആങ്ങളെയും എത്തിങ്ങാനെ വരെ കൊണ്ടുവിട്ടിട്ടുണ്ട്, ആറട്ടൂഴ എത്തിങ്ങാനെ വരെ കൊണ്ടുവിട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് വരെ ഞങ്ങള് വളർന്നിട്ടുണ്ട്. അപ്പൊ ആങ്ങളയ്ക്ക് അവിടുത്തെ ഇത് പിടിക്കാഞ്ഞിട്ട് അസുഖമൊക്കെ വന്നായിരുന്നു. അപ്പൊ ഉമ്മ കാണാൻ വന്നിട്ട് ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് സങ്കടം തോന്നിയിട്ട് തിരിച്ചു വന്നായിരുന്നു. പിന്നെയും ഓരോ വീട്ടു ജോലിക്ക് പോകും, അങ്ങനെയാണ് വളർന്നത്. ഉമ്മ ചെയ്യാത്ത ജോലികളില്ലല്ലേ? ഇല്ല, ഉമ്മ ചെയ്യാത്ത ഒരു ജോലിയില്ല, എല്ലാ ജോലിയും ചെയ്തിട്ടാണ്. അതായത് ഇപ്പം ചോരത്തുണി വരെ കഴുകിയാണ് ഞങ്ങളെ വളർത്തി വലുതാക്കി എടുത്തേക്കുന്നത് ഉമ്മ. അപ്പൊ വാപ്പ തളർന്നു പോയതായിരുന്നു. അപ്പൊ വാപ്പായെ ഇതാക്കാനും വീടും ഉമ്മയുടെ സാരി വരെ വിറ്റാണ് വാപ്പായെ ഒന്ന് എണ്ണിപ്പിച്ച് നിർത്തുന്ന നിലയിൽ. അപ്പോഴൊക്കെ ഉമ്മയോട് ചോദിച്ചു, കല്യാണം കഴിഞ്ഞ് പെട്ടെന്നായിരുന്നു അപ്പോഴൊക്കെ എല്ലാരും ഉമ്മടുത്ത് ചോദിച്ചു, ഇനി കല്യാണം കഴിച്ചുകൂടെ, പോയിക്കൂടെ? ഉമ്മ പോയില്ല. അതാണ് ശരിക്കുള്ള പ്രണയം അല്ലേ? ഉമ്മ പോയില്ല. ഉമ്മയെ രണ്ടാമത് കെട്ടിയതാണെന്ന് പോലും വാപ്പ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നിട്ട് പോലും ഉമ്മ ഒന്നും മനസ്സിൽ വെക്കാതെ വാപ്പായെ നോക്കി എണീച്ചു നിർത്തും. എന്നാലും വാപ്പ സംസാരിക്കുന്നത് എനിക്കും എന്റെ ആങ്ങളയ്ക്കും ഞങ്ങൾ അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അജിൻ കേട്ടാൽ അജിന് അത് കുറച്ചു നേരം എടുക്കും, കാരണം ഫുള്ളായിട്ട് തളർന്നു പോയതായിരുന്നു വാപ്പ. അപ്പൊ ഇങ്ങനെ നാക്ക് ഇത്, പിന്നെ ഒരു കാല് ഏന്തി നടക്കുന്നതൊക്കെ. ആ വാപ്പ വയ്യാത്ത കാല് വെച്ച് മീൻ കച്ചവടം ചെയ്തിട്ട് ഞങ്ങളെ വളർത്തുമായിരുന്നു. അതായത് കായംകുളത്തുനിന്ന് അങ്ങ് കൊല്ലം ബോട്ട് ചെട്ടി പോയിട്ടാണ് മീൻ എടുത്തോണ്ട് വന്നിട്ട്, അത് സൈക്കിൾ ചവിട്ടി പോയിട്ടാണ് ഞങ്ങളെ നോക്കിയത്. ഒരുപാട് ഓർമ്മകളുണ്ടല്ലേ? ഒരുപാട്. ഈ വീട് വിൽക്കുന്നതിൽ ഒരു കാരണമുണ്ടോ? വീട് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടാണ് മേടിച്ചത് ഉമ്മ. വീട് മേടിച്ചത്. അത് വീടെന്ന് പറയാനൊന്നും ഇല്ല, നമ്മുടെ ഒരു ഭാഗം, അതായത് ലൈഫ് ലൈനിൽ നിന്ന് പൈസ കിട്ടിയതാണല്ലോ, അറിയാമല്ലോ, കുറച്ച് പൈസയല്ലേ കിട്ടത്തുള്ളൂ. അപ്പൊ ഒരു ഭാഗം ഈ മറ്റേ കട്ട, ഒരു ഭാഗത്ത് പലക, ഒരു ഭാഗത്തിലെ പച്ച ഷീറ്റില്ലേ വേലിയൊക്കെ കെട്ടുന്നത്, അത്, പിന്നെ പനമ്പായ, അങ്ങനെ ഓരോ ഭാഗവും ഓരോ ഇതിലായിരുന്നു വീട് ഉണ്ടായിരുന്നത്. വീടെന്ന് മൊത്തത്തിലൊരു വീടായിട്ടല്ല, ഈ സെക്ഷൻ ആയിട്ട് തിരിച്ചിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ മൊത്തത്തിൽ കെട്ടാനുള്ള ആസ്തി സാമ്പത്തികം ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്റെ കല്യാണം വന്നപ്പോഴത്തേക്കും ആരുടെയും മുമ്പിൽ ഇതാവാതിരിക്കാൻ ആ വസ്തുവും വീടും കിട്ടിയ വിലക്ക്
വിറ്റിട്ട് അവര് തെരുവിലിറങ്ങി എന്നെ ഒരു വീട്ടിലേക്ക് കയറ്റി വിട്ടു. അപ്പൊ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവർക്കൊരു വീടും വസ്തുവും മേടിച്ചു കൊടുക്കുന്നത്. അതാണ്. എല്ലാം സാധിക്കട്ടെ അല്ലേ. എനിക്ക് ഏറ്റവും അഭിമാനം വർക്ക് ചെയ്ത സ്ഥാപനം തന്നെ സ്വന്തമായിട്ട് വിലക്ക് മേടിച്ചു. ഓ, ആ കഥ എന്തുവാ? അത് ഞാന് ഇങ്ങനെ ഫ്രീലാൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയി. ജോലിക്ക് പോകുമ്പോൾ ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ ജോലി ഓക്കെ ആവോ ഇല്ലയോ എന്ന് അറിയത്തില്ല, നീ ഒരു സ്ഥലം ഓക്കെ ആവോ ഇല്ലയോ എന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം ഈ ക്വസ്റ്റ്യൻ ഇടാവല്ലോ ഇൻസ്റ്റാഗ്രാമില്. അപ്പൊ എല്ലാരും അതിന് റിപ്ലൈ ആയിട്ട് വന്നത്, പറ്റും, നിനക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല, ധൈര്യമായിട്ട് പോ, ഇന്നൊരു ദിവസം മൊത്തം നിന്ന് നോക്ക്, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നാളെ തൊട്ട് പോന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിന്ന് വൈകിട്ട് ഞാൻ സ്റ്റോറി ഇട്ട് എനിക്ക് സ്ഥലം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 2-3 കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അത് വാങ്ങിച്ചു, സ്വന്തമായിട്ട് അങ്ങ് മേടിച്ചു. ആദ്യം തുടക്കം 1-2 കസ്റ്റമർ വന്നെടുത്ത് ഇന്ന് എത്ര പേരുണ്ട്? ഒരുപാടുണ്ട്.